Welcome to Pro Talks by Elevate. I'm Ann Benjamin. On today's episode, we have a power couple, MP Haibi Eden and his beautiful wife, Anna Linda. So, welcome both of you to Pro Talks. It's wonderful having you over here. And it is spotlight take because I know both of you all, and then I'm supposed to interview you all. Welcome to Pro Talks. Thank you. Thank you so much. Thank you so much. So, Haibi, I'm going to start with you itself. What inspired you to get into politics? To serve the community? My father was in politics, as Okay. you all know, but I never had the intention to be in politics. Okay. I was doing my pre-degree, which was the last batch in 99, Okay. and I graduated my in commerce in 2004 from Sacred Heart College. During those days, initially when I joined in college, I never thought or never wanted to become in politics, but there were many factors which inspired me, attracted me to be in politics. And what are One, those? one major reason was you get a lot of respect. You are popular in college. Sometimes you can bunk your classes. Okay. You can do your strikes. All these things were fun during college days. But later, I think there was a leadership crisis in college. Soon after my pre-degree second year, those people who were our seniors, super seniors, they all graduated, and suddenly there was a vacuum of leadership. So slowly, we were stepping into the organizational shoes. But even then, my father was very particular that I shouldn't be in politics. I shouldn't lose my studies. കോളേജ് പൊളിറ്റിക്സിൽ പോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞിട്ട് അത് ഒരു സീരിയസ് അഫെയർ അല്ല, അത് പഠിത്തം കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം മതി എന്നുള്ളൊരു ലൈനായിരുന്നു. ബട്ട് ഞാൻ BCom ആയിരുന്നു. ഫസ്റ്റ് ഇയർ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. സെക്കൻഡ് ഇയർ ഞാൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയി. ഫൈനൽ ഇയർ ആയപ്പോൾ ഫാദർ മരണപ്പെട്ടു. എൻ്റെ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ തുടങ്ങിയപ്പോൾ തന്നെ ജൂലൈയിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് ആ വർഷം കണ്ടസ്റ്റ് ചെയ്തു. ഫാദർ മരിച്ചതിന് ശേഷം അപ്പോഴും ഞാൻ ഐ ഡു മൈ MBA സംവെയർ ഔട്ട്സൈഡ് ഇന്ത്യ എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ LLBക്ക് ചേർന്നു. അപ്പോൾ ഞാൻ KSUവിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായി. ദാറ്റ്സ് വെൻ എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. മൈ ഏജ് വാസ് എ ഫാക്ടർ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്ന പോലെ എല്ലാം കൃത്യമായിട്ട് വന്നു. ഐ ലെഡ് ദി സ്റ്റേറ്റ് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ KSU. I became the national president of the National Students Union of India. In 2011, when I was holding that position, I was told to contest in Ernakulam as an MLA. 11 I contested, 16 I again contested, 19 I contested to the parliament. Okay. So 3 elections MLA ആയിട്ട് ഇരിക്കുമ്പോഴാണ് റിസൈൻ ചെയ്തിട്ട് MP ആയിട്ട് മത്സരിക്കുന്നത്. സോ 3 elections have been... gradual process. Yeah. It happened. And you, Anna, Yeah. software engineer. You were branding and communication manager. After that, yes. An anchor. Then you became a lawyer. ഒരു വെറൈറ്റി ഓഫ് കരിയർ മനസ്സിലായില്ലേ? ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ എപ്പോഴും എന്നെ കമന്റ് ചെയ്യും. ഞാൻ പറയും ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. ബട്ട് ഐ ലവ് ടു ബി ലൈക്ക് ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ബിക്കോസ് നമ്മൾ ഒരെണ്ണത്തിൽ എനിക്ക് ഭയങ്കര ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ എക്സൽ ചെയ്യണം എന്ന് അങ്ങനെയൊന്നുമില്ല. വാട്ട് എവർ മേക്സ് മീ ഹാപ്പി ഐ ഡു ദാറ്റ്. അപ്പോൾ ബട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എനിക്ക് ആ സമയത്ത് ലോ ചെയ്യണം എന്നുണ്ടായിരുന്നു, സൂൺ ആഫ്റ്റർ മൈ പ്രീ-ഡിഗ്രി +2. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ലോ അതിന് ഏജ് ബാറില്ല ലോ ചെയ്യാൻ. ലോ നിനക്ക് ഏത് കാലത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഏത് കാലത്ത്. ഇപ്പോൾ അന്ന് ഞങ്ങളുടെ അവിടെ നാട്ടിൽ എൻ്റെ വീട് ഗുരുവായൂരാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ട്രെൻഡ് ഉണ്ട്, ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഉഴപ്പാൻ പറ്റുന്ന, ആക്ച്വലി എന്നെ BDSനോട് ചേർത്തതാണ്, അവിടെ നിന്ന് ചാടിയതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു, അമ്മ ഞാൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്യാം, പക്ഷേ ഞാൻ ഒരിക്കലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഐ വോണ്ട് ഡു ദാറ്റ്.
സെവൻത്ത് സെമിസ്റ്റർ ആയപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് 4 പേർക്കാണ് അന്ന് ജോലി കിട്ടിയത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ ആയി, പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയുടെ അടുത്ത് ആദ്യമേ ഞാൻ ഈ പണി ചെയ്യില്ല. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ എനിക്ക് ഭയങ്കര എന്താ പറയുക അഭിമാനമാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്. അന്ന് സോഫ്റ്റ്വെയർ ഒക്കെ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ യു ഷുഡ് മേക്ക് മീ പ്രൗഡ്. എനിക്ക് എല്ലാവരുടെ അടുത്തും പറയണം പ്ലേസ്മെൻ്റ് ആയി മോൾക്കെന്ന്. എഗെയിൻ എനിക്ക് പാര വന്നു. അങ്ങനെയാണ് 2 കൊല്ലം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തത്. പക്ഷെ ആ സമയത്ത് എനിക്കിങ്ങനെ ഒരു ഇച്ചിങ് ഉണ്ടായിരുന്നു. സോ MBA എഴുതിയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കിട്ടി. ഞാൻ ജോയിൻ ചെയ്യാനിരിക്കുന്ന സമയത്തായിരുന്നു ഈ റേഡിയോ സ്റ്റേഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് തന്നെ ഈ ആങ്കറായിട്ട് ഫ്രീലാൻസ് ചെയ്തിട്ട് കയർലിയിലും സൂര്യയിലൊക്കെ ഇൻ്റർവ്യൂ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് പേരെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ റേഡിയോ സ്റ്റേഷൻസ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുക്കു പരമേശ്വരൻ ഉണ്ടല്ലോ, കുക്കുമ, ഷി ആസ്ക്ഡ് മീ വൈ ഡോണ്ട് യു കം ആൻഡ് ട്രൈ ദിസ് ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് എ ഡിഗ്രി, ബിക്കോസ് ഞാനിപ്പോൾ MBA ജോയിൻ ചെയ്തിട്ടുള്ളൂ, എൻ്റെ കംപ്ലീറ്റ്ലി ഇതല്ല ബാക്ക്ഗ്രൗണ്ട്, ഡിഗ്രി ഒന്നും വേണ്ട, കം ആൻഡ് ട്രൈ എന്ന് പറഞ്ഞു. സോ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, എനിക്ക് കിട്ടി. ഐ സ്റ്റാർട്ടഡ് ദിസ് ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലബ് FM. ദെൻ ലേറ്റർ ഐ മൂവ് ടു റേഡിയോ മാംഗോ. കല്യാണം കഴിക്കുമ്പോൾ അതായിരുന്നു. കല്യാണം കഴിക്കുന്ന ആ സമയത്ത് ഞാൻ വിചാരിച്ചു ലൈക്ക് എനി അതർ ഗേൾ, നമുക്ക് കല്യാണം കഴിഞ്ഞ് നല്ല ഭാര്യ നല്ല ഒരു അമ്മയൊക്കെ ആയിട്ട് ഇരിക്കാം, കുടുംബിനി ആവാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ മോളുണ്ടായി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഹൈബിയുടെ സ്കെഡ്യൂളിൽ ഒരു വ്യത്യാസവും ഇല്ല. ഹീസ് ജസ്റ്റ് ലൈക്ക് ഹാവിങ് ഹിസ് മോർണിംഗ് ആൾക്കാരുടെ വിസിറ്റ്സ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ രാവിലെ ഉണ്ടാവും. സോ ഹീസ് ഹാവിങ് ദാറ്റ്. അത് കഴിഞ്ഞ് വരുന്നു, ഭയങ്കര ബിസി. അപ്പം ഞാൻ എപ്പോഴും ഭയങ്കര തിരക്കായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ 24/7 ഞാൻ കുട്ടീനെ നോക്കണം, ഞാൻ കുട്ടീനെ നോക്കണു, എല്ലാം ചെയ്യണു, ഇയാളുടെ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾക്ക് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ഈക്വൽ ആയിട്ട് ചെയ്യേണ്ടല്ലേ. ഐ എം സ്റ്റക്ക് സംവെയർ ഹിയർ, വൈ ഷുഡ് ഐ ഡു ദിസ്? അല്ല 24/7 എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ. അപ്പം പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പിന്നെ രക്ഷപ്പെടാനുണ്ടായിരുന്നത് എൻട്രൻസ് എഴുതിയിട്ട് ലോ ചെയ്യാന്നുള്ളതായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ജനറൽ മെറിറ്റിലൂടെ എറണാകുളം ലോ കോളേജ് തന്നെ കിട്ടി. പിന്നെ അവിടെ അധികം സമരമൊക്കെ ആയത് കാരണം മോള് വലുതാവണതും പിന്നെ LLB കഴിയുന്നതും ഒരുമിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ലോയറായി. ബട്ട് നൗ ഐ ജസ്റ്റ് ലവ് മൈ പ്രൊഫഷൻ. ഇപ്പം ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്. അതെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയല്ല, ലൈക്ക് ഇപ്പോൾ ഐ എം എൻജോയിങ് ഇറ്റ്. ഇപ്പം ലൈക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടും ഞാനിത് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ. And what's the most rewarding thing of being a lawyer? Of course you get you will know a lot of things. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എൻ്റെ സീനിയർ എന്ന് പറഞ്ഞാൽ S. ശ്രീകുമാർ ഈസ് ലൈക്ക് എല്ലാ വേഴ്സറ്റൈലാണ്. പല ടൈപ്പ് ഓഫ് കേസസും എക്സെപ്റ്റ് ടാക്സ് എവറിത്തിങ് വി ഹാൻഡിൽ. അപ്പോൾ യു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ലോയറിൻ്റെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അയാളുടെ ലൈഫിലെ ചിലപ്പോൾ ലാസ്റ്റ് ഹോപ്പായിരിക്കും. അവർ പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും, വേറെ പല ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റ് നോക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവും. ഒരു ഗതി ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ ഒരു ലോയറിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇഫ് വി ക്യാൻ സോൾവ് ദെയർ പ്രോബ്ലം, that is like I feel it as the most rewarding. Highway, as an MP, what are the initiatives, or what are the key initiatives that you are doing right now? The basic principle is that you make laws for the country. Okay. ഒരു പാർലമെന്റേറിയൻ നമ്മുടെ ഫെഡറൽ ഗവൺമെന്റിന് വേണ്ടി, ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി ലോ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിൽ ഏർപ്പെടണമെന്നാണ് നമ്മൾ പാർലമെന്റിൽ പോകുന്ന ജോലി. അതിന് വേണ്ടിയിട്ടാണ്. മീൻവൈൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു പ്രൈമറിലി ഒരു MP എന്നുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത, ഫോർ എക്സാമ്പിൾ റെയിൽവേസ്, നാഷണൽ ഹൈവേസ്, സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊവഗേറ്റീവുള്ള എല്ലാത്തിലും യു ഹാവ് ടു ബി എ പാർട്ട് ഓഫ്. ഇപ്പം മെട്രോ റെയിൽ ഇസ് അഗൈൻ എ പാർട്ട് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് വെൽ എസ് എ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇതെല്ലാം ഇസ് റിലേറ്റഡ് ടു യുവർ വർക്ക്. അപ്പോൾ എറണാകുളത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രാവൽ മോഡാണ്. ആ ട്രാവൽ മോഡ് നമ്മളിപ്പോൾ നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻസ് പോയാൽ ദാറ്റ് ആർ ദ മേജർ റെയിൽവേ സ്റ്റേഷൻസ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയുണ്ട്. ഇതൊക്കെ പഴയ ഒരു രൂപത്തിലും ഭാവത്തിലുമാണ്. അപ്പോൾ നൗ ആഫ്റ്റർ മെനി ഇയേഴ്സ് നമ്മളൊരു 300 crore rupees പ്രോജക്റ്റാണ്, ഇൻക്ലൂഡിങ് ഓട്ടോമേറ്റഡ് automated car parking system. Okay. Elevator and lifts are is a part of this. അതും വരുന്നുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ again a 200 crore project.
ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് അഗൈൻ ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ്. Tripunithara is a part of the Amrit Bharat scheme. Again, modernization is happening with the lifts and basic facilities. ഇവിടെ എല്ലാം ഫുഡ് കോർട്ട്സും വിമൻ വെയിറ്റിംഗ് എയർ കണ്ടീഷൻഡ് ഏരിയാസ് ഓൾ സേഫ് ആൻഡ് സെക്യൂർ സ്പേസസ് ആയിട്ടാണ് ഈ 3 സ്റ്റേഷൻസും ഡെവലപ്പ് ചെയ്യുന്നത്. ദീസ് 3 സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ടു ദി കൊച്ചി മെട്രോ റെയിൽ സ്റ്റേഷൻസ് ആസ് വെൽ. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കൊച്ചി അഗൈൻ ഇൻ ദ ഫ്യൂച്ചർ, ഇഫ് യു ഹാവ് വൺ കാർഡ് യു ക്യാൻ ട്രാവൽ ഓൺ എ മെട്രോ റെയിൽ, Indian Railways, water metro, and by a bus. Okay. So all this would be connected in the next some time. Apo that's a huge step. Again, national highways, നമ്മുടെ ഒരുപാട് ഹൈവേ, കൊച്ചി തേനി ബൈപ്പാസ്, NH66 bypass, that is from Kasaragod to Trivandrum. Again, that's a parallel bypass coming from Kundannur to Angamali. അപ്പോൾ അതൊരു സമാന്തര ബൈപ്പാസ്. നമ്മുടെ എടപ്പള്ളി ലുലു ജംഗ്ഷൻ വരാതെ തന്നെ നമ്മൾക്ക് ആലപ്പുഴ സൈഡിലേക്ക് പോകാനുള്ള ഒരു വേ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസാണ്. എഗൈൻ ഫിഷർമെൻ കമ്മ്യൂണിറ്റി ലാർജ്ലി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എൻ്റെത്. അപ്പോൾ കൊച്ചി ഫിഷറീസ് ഹാർബറിൻ്റെ മോഡേണൈസേഷൻ ഇസ് ഹാപ്പനിങ്, 169 crores ഫുള്ളി ഫണ്ടഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇതെല്ലാം ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ ഹെൽത്തിലും ഇതിലിപ്പോൾ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അതിനെല്ലാം കുറേ ഫണ്ടിങ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ ഞാൻ MLA ആയിരുന്ന ഒരാളായതുകൊണ്ട് കുറേ കൂടി ഒരു ചെറിയ ഏരിയയിൽ ഭയങ്കര ഫോക്കസ് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ എത്ര ചെയ്താലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ സോ വി കം ഔട്ട് വിത്ത് ദീസ് റീച്ച് ഔട്ട് പ്രോഗ്രാംസ്. ഇപ്പോൾ കപ്പ് ഓഫ് ലൈഫ് നമ്മുടെ ഒരു വലിയ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രോഗ്രാം. അതൊരു 4 months ഓഫ് മെൻസ്ട്രൽ ഹൈജീൻ ക്യാമ്പയിൻ ആയിരുന്നു. ഞങ്ങൾ 1000 കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു ഹൗ ടു യൂസ് എ മെൻസ്ട്രൽ കപ്പ്. നമ്മൾ ഫീൽ ദ പെയിൻ എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ, ഒരു ആർത്തവ സമയത്ത് മെൻസ്ട്രൽ ഫേസിൽ സ്ത്രീകൾ ഇമോഷണലി വാട്ട് ദേ അണ്ടർഗോ അപ്പാർട്ട് ഫ്രം ദ ഫിസിക്കൽ പെയിൻ, ഫീൽ ദ പെയിൻ. പുരുഷന്മാർക്ക് ആർട്ടിഫിഷ്യൽ മെൻസ്ട്രൽ ക്രാംസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. സ്ത്രീകൾ ഇത്രയും സന്തോഷിച്ച് കണ്ട ഒരു സമയം ഉണ്ടായിട്ടില്ല. They were all applauding, laughing, smiling, sharing. Some people came up with this idea. It was a very good idea. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരുപാട് ക്യാമ്പയിൻസ്, അതിൻ്റെ ഡിസ്കഷൻസ്. മെട്രോ റെയിലിൽ നമ്മൾ ആർത്തവും 60 എന്ന് പറയുന്നൊരു മൂവിങ് മെട്രോ ട്രെയിനിൽ നമ്മൾ നടത്തിയിരുന്നു. ആ ക്യാമ്പയിൻ എന്ന് പറയുന്നത് പുരുഷന്മാരെ സെൻസിറ്റൈസ് ചെയ്യാനായിരുന്നു. ഹൗ എ പേഴ്സൺ, എ മാൻ ഷുഡ് ബിഹേവ് വൈൽ എ വുമൺ ഗോ ത്രൂ ഹർ പീരിയഡ്സ്. ഇതായിരുന്നു. ഞങ്ങളിത് ഓവർ എ ഗ്രാജുവൽ പീരിയഡ് ഓഫ് ടൈം ഡെവലപ്പ് ചെയ്ത ഇതാണ്. നമ്മൾ 101 മെൻസ്ട്രൽ കപ്സ് വിതരണം ചെയ്തു. കൺസിഡറിങ് ദി എൻവയറമെൻറ്റൽ, social and economical impact, the waste generated from sanitary napkins in a woman's life, how much money they are putting into sanitary pads, idellam consider ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. A lot of celebrities become a part of the campaign. It was a wonderful campaign with the Indian Medical Association. അതോടൊപ്പം മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കു എന്ന് പറയുന്ന ഈ സ്ട്രെസ്, ഡിപ്രഷൻ, ബൈപ്പോളർ ഡിസോർഡേഴ്സ്, ഇതൊന്നും നമ്മളുടെ കമ്മ്യൂണിറ്റി ഒന്നും എന്താണിതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ആണെങ്കിലും അതുപോലുള്ള സമയങ്ങളിൽ പോകുന്ന ആളുകളുടെ, ചെറുപ്പക്കാരുടെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി കൊച്ചിയിലുണ്ട്. അത് ഒരു ഫാക്ടറാണ്. ഡ്രഗ് അബ്യൂസിന് വേണ്ടി നമ്മളൊരു വലിയ ക്യാമ്പയിൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ദീസ് ആർ മൈ റീച്ച് ഔട്ട് ഇനിഷ്യേറ്റീവ്സ്. സ്മാർട്ട് അംഗൻവാടീസ്, കുറേ നല്ല നോവൽ ഐഡിയാസ് വി ആർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു സൗഖ്യം എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് എവറി ഇയർ, which we do a lot of follow-up treatments. നമ്മൾ 100 പേർക്ക് ആൻജിയോപ്ലാസ്റ്റി ഒരു പ്രോഗ്രാം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു കൊടുത്തു ഇൻ 11 months ഓഫ് ടൈം. ഈ രോഗികളായിട്ട് വരുന്ന ക്യാമ്പിൽ ഡിറ്റക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഫ്യൂച്ചർ അവർക്ക് ഉള്ള CSR ഫണ്ട് ഉപയോഗിച്ച് അവർക്കുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. സോ ദീസ് ആർ മൈ തോട്ട്സ് ആൻഡ് ഐഡിയാസ് വിച്ച് വി ഹാവ് ഗ്രാജുവലി ഒരു എന്താ പറയുക, ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന ക്യാമ്പയിൻസാണ്. അപ്പോൾ ഇതൊന്നും ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനപ്രതിനിധി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് നെസസറി. ബട്ട് ടു ഇൻട്രാക്ട് മോർ വിത്ത് ദ പീപ്പിൾ, ടു ഇൻട്രാക്ട് മോർ വിത്ത് ആർ കമ്മ്യൂണിറ്റി, I think these are the best ways to reach out to them.
I also saw one of her posts saying, 40th birthday ക്ക് ഒരു അയ്യോ, അത് ഞാൻ ചുമ്മാ കുക്കപ്പ് ചെയ്ത സ്റ്റോറി. but still. That was like മമ്മൂട്ടി ഡേറ്റ് കൊടുത്ത അന്നായിരുന്നു. ഞങ്ങള് ആക്ച്വലി അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറേ വർദ്ധിച്ചു വരുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഈ നിങ്ങൾ പോയി സിറ്റിയിൽ പല സ്ഥലത്തും ഓപ്പൺ ജിംസ് കാണാൻ പറ്റും. ആ ഓപ്പൺ ജിംസ് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഫസ്റ്റ് ക്യൂൻസ് വാക്ക് വേയിൽ നമ്മൾ ഐ എം കമ്മിങ് ടു ദാറ്റ്, ഐ എം കണക്ടിങ് ദിസ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കൾച്ചറൽ ട്രാൻസിഷനാണ് നമ്മളത് വഴി ഉദ്ദേശം. പക്ഷെ സ്റ്റിൽ ഡയാലിസിസ് പേഷ്യൻസ് ആർ ഇൻക്രീസിങ്. ഒരു സാധാരണക്കാരന് ഒരു ഡയാലിസിസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു APL ആണെങ്കിൽ ഹി വിൽ ഡെഫിനറ്റ്ലി ബിക്കം എ BPL കാർഡ് ഹോൾഡർ ഇൻ നോ ടൈം. ബിക്കോസ് ഐദർ യു ഹാവ് ടു ഡു എ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓർ യു ഹാവ് ടു ഡു ലൈഫ് ലോങ് ഡയാലിസിസ്. മരണം വരെ ഡയാലിസിസ് ചെയ്യണം. അപ്പോൾ ഒരാൾ ഒരു ഡയാലിസിസ് മെഷീനിൽ കയറിയാൽ അൺടിൽ ഹിസ് ഡെത്ത് ഓർ until he does a renal transplantation. അപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രി പോയാൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ 1,500 റുപ്പീസ് സ്റ്റാൻഡേർഡ് റേറ്റ്സ്. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ നമ്മൾ 200 രൂപയ്ക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൺസ്യൂമബിൾസിന് തന്നെ നല്ല പൈസയാവും. പിന്നെ മരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായി 154 ഡയാലിസിസ് മെഷീൻസ്, 162 ഡയാലിസിസ് പെർ ഡേ വി ക്യാൻ ഡു. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏതൊരു ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ ഒരു ബ്ലോക്കിൽ ഇത്രയും വരുന്നത്. ഇത് എൻ്റെ MLA ആയിരുന്നപ്പോൾ ഉള്ള ഫണ്ട്സും CSR ഫണ്ട്സും ക്ലബ് ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ ഈ നമ്മൾ കൂടുതൽ ഡയാലിസിസ് പേഷ്യൻസ് വരരുതെന്ന ആഗ്രഹം, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വരുന്ന ആൾക്കാർക്ക് നമുക്ക് സൗകര്യങ്ങൾ കൊടുക്കാനും സാധിക്കും. And both of you all are like invested in your jobs, in your work, both of you all, in your services, I should say. Yes. How do you balance this, professional commitment at this personal മോളുടെ and how do you balance it out? I think മോള് is ഇപ്പോൾ used to it. അവൾക്കിപ്പോൾ ഞങ്ങൾ അധികം സമയം വീട്ടിലിരുന്നാലാണ് പ്രശ്നം. ബട്ട് അതർവൈസ് ഞങ്ങൾ നല്ലോണം രാത്രിയാണ് ഉപയോഗിക്കുക സമയം. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ടൈം ഇസ് ലൈക്ക് ഒരു 9 മണി 9:15. ബൈ ദെൻ ഹൈബിയും ഇറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ ഇറങ്ങും 4:30 കോടതി കഴിഞ്ഞ് ഐ വിൽ ബി ബാക്ക് ഹോം ബൈ 5. ദെൻ 7:15 7:30 അഗെയിൻ ഐ വിൽ ഗോ ബാക്ക് ടു ഓഫീസ്. ബിക്കോസ് നെക്സ്റ്റ് ഡേയിലേക്കുള്ളത് തലേദിവസം ആ ലിസ്റ്റ് വരുന്ന ഹൈക്കോടതിയിൽ. 7:30 ഓഫീസിലെത്തിയാൽ പിന്നെ 10:30 കഴിയും ഇറങ്ങുമ്പോൾ. ബൈ ദെൻ ഹൈബി വിൽ ബി ഹോം. അപ്പോൾ വീക്കെൻഡ്സിൽ ഞങ്ങൾ പുറത്തു പോവും, അല്ലെങ്കിൽ ഞങ്ങൾ മൂവീസിന് പോവും. വി ഗോ ഔട്ട് മോളുടെ കൂടെ. പിന്നെ രാവിലെ സ്കൂൾ വീട്ടിൽ ഹൈബിക്ക് ഹാൻഡ്സ് ഓഫ് ആയിരുന്നേ. അപ്പോൾ ഞാനൊരു പണി കൊടുത്തു, രാവിലെ മോളെ ബസ് സ്റ്റോപ്പിലാക്കൽ ഹൈബിയുടെ ജോലിയാക്കിയിട്ട് കെട്ടിവെച്ചു. അപ്പോൾ വെനെവർ ഹൈബി ഈസ് ഇൻ ടൗൺ, വീട്ടിലുണ്ടെങ്കിൽ ഹൈബിയാണ് ബസ് സ്റ്റോപ്പിൽ മോളെ കൊണ്ടുവിടുന്നത്. അത്രയെങ്കിലും ചെയ്യണം. പിന്നെ അപ്പൊ അത് കാരണം കൊണ്ട് അതിപ്പോ അവരുടെ ഒരു ഇപ്പൊ ഹൈബി പിന്നെ അതിനൊരു പേഴ്സണൽ ടൈമാന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ പറ്റിയുള്ള കുറ്റം പറയാനുള്ള സമയം അതാണ്. സോ ദാറ്റ് ഈസ് ഹൗ വി ആർ ബാലൻസിങ്. അത് സൺഡേ ഞാൻ പോയില്ല, സൺഡേ ഐ വിൽ ബി ഹോം. What's your favorite thing to do as a family? Favorite activity to do as a family? ഞങ്ങള് മൂവീസിന് പോവും, ഞങ്ങള് കോഫി, ഡിന്നർ. ഞങ്ങൾ കമ്മിറ്റ്മെന്റ് സീരീസ് പറഞ്ഞിട്ട് ഓരോന്ന് തുടങ്ങും. പക്ഷെ ഹൈബി എപ്പോഴും ചീറ്റ് ചെയ്യും. ഹൈബി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു സീരീസ് തുടങ്ങിക്കഴിഞ്ഞാല് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇയാളുടെ സൗകര്യത്തിനനുസരിച്ച് 10 മിനിറ്റ് 15 മിനിറ്റ് അക്കോർഡിംഗ് ടു ഹർ കൺവീനിയൻസ്. അപ്പൊ സംടൈംസ് ഐ വെയിറ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ യു കണ്ടിന്യൂ. അത് ഞാൻ വെറുതെ പറയണതാ, പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മൊത്തം കമ്മിറ്റ്മെന്റ് സീരീസ് കണ്ടു തീർക്കും ഹൈബി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ നിർത്തി കമ്മിറ്റ്മെന്റ് സീരീസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് ഫോർ ദി യങ് അസ്പയറിംഗ് യൂത്തിന് വേണ്ടിയുള്ളതാണ്. ഇഫ് ദേ വോണ്ട് ടു ഗെറ്റ് ഇൻടു പൊളിറ്റിക്സ്, വാട്ട് ഡു ദേ ഡു? യങ് പീപ്പിൾ ഷുഡ് കം ഇൻ ടു പൊളിറ്റിക്സ്. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജിയിൽ വരണം എന്നല്ല ഞാൻ പറയുന്നത്. ഏത് ഐഡിയോളജിയിലാണെങ്കിലും യങ് പീപ്പിൾ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ദേ ഷുഡ് കം ഇൻ. നമ്മളല്ലെങ്കിൽ കണക്റ്റഡ് ആയിരിക്കില്ല. ഞാനിപ്പോൾ കോളേജസിലും സ്കൂൾസിലും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസിനെല്ലാം പോകാറുണ്ട്. ഈവൻ ദ മ്യൂസിക് ഷോസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവണം. ഒരു ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഏർപ്പെടുന്ന ഒരാൾ, വെൻ യു മേക്ക് എ ലോ ഫോർ ദ കൺട്രി, യു ഷുഡ് ഹാവ് എ യങ് പെർസ്പെക്റ്റീവ് ആസ് വെൽ. നിങ്ങൾ എന്താണോ ഈ പുതിയ തലമുറയിലെ ആളുകൾ ആഗ്രഹിക്കുന്നത് അതൊരു കോമ്പൈൻ ചെയ്ത് അതൊരു കോമ്പിനേഷൻ ആയിരിക്കണം. അപ്പം ഞാൻ പറയുന്നത്, ഈ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഒരുപാട് പേര്
പോളിറ്റിക്സിനെയും പൊളിറ്റീഷ്യൻസിനും ഈ ചില വാർത്തകൾ വരുന്നത് പോളിറ്റിക്സ് ഇസ് കറപ്റ്റ്, പൊളിറ്റീഷ്യൻസ് ആർ കറപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ റാദർ ദൻ വാച്ചിങ് ദ ഗെയിം ഫ്രം ദി ഗാലറി ദേ ഷുഡ് കം ഇൻ ടു പോളിറ്റിക്സ്. ഈ സിസ്റ്റത്തെ ക്ലീൻ ആക്കാനും അത് സഹായിക്കും. എല്ലാവരും ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ചില ആളുകൾക്ക് വേറെ താല്പര്യങ്ങളുണ്ടാകും ആ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിന്റെ ഭാഗമായിട്ട്. ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. ബട്ട് ഇൻ റിയാലിറ്റി അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും നോക്കിയാൽ നമ്മൾ ബ്യൂറോക്രാറ്റ്സ് ആയിരിക്കുന്ന ആളുകൾ, IAS ഓഫീസായിരിക്കുന്ന ആളുകൾ, അവർ റിസൈൻ ചെയ്ത് അവരെല്ലാം വരുന്നുണ്ട്. പല സെഗ്മെൻറ്റിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അതിനൊരു ചാനൽ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും, മേജർ പൊളിറ്റിക്കൽ പാർട്ടീസും അതിനൊരു ചാനൽ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് കൃത്യമായി ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Okay. And what is your idea on family being in politics? ഫാമിലി ബീയിങ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Involvement. ഞാൻ ഇതിൻ്റെ പാർട്ടാണ്. Okay. നൗ ഞാൻ നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് ശ്രീകുമാരി രാമചന്ദ്രൻ എന്ന് പറയുന്നത്. ഐ വെന്റ് ടു മീറ്റ് ഹെർ നൗ. Okay. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നയാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, അന്ന ഈസ് എ ബിഗ് അസറ്റ് ഫോർ യു. അപ്പോൾ എൻ്റെ ഒരു ഗുഡ് ഡിന്നർ ടുഡേ. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് വേർ ഷീ ക്യാൻ ഡൂ തിങ്സ് മച്ച് ബെറ്റർ ദൻ മീ. അപ്പോൾ അത് ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യും. സോ ഷീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ തിങ്. പൊളിറ്റിക്സിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു കണ്ടസ്റ്റ് എൻ എലക്ഷൻ ഓർ ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ദ സിസ്റ്റം. But she is in a way in politics because she is handling a lot of things which I have to do directly. അത് ഇപ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും അതിൻ്റെ വേറെ തലങ്ങളിലാണെങ്കിലും, ഇപ്പം എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളെ റിസീവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ക്യാമ്പയിനിലും ഷീ പ്ലേസ് എ പാർട്ട്, ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ ദർ ഇസ് നത്തിങ് യു ക്യാൻ സെപ്പറേറ്റ് my family from politics. It's not that she want to be a full-timer or want to contest elections or be a part of the system, but again she is contributing in many different ways, which is helpful for me. Okay. എൻ്റെ ഒരു ടെൻഷൻ്റെ പകുതി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ പീപ്പിൾ ഓൾസോ. And she can handle it well, അല്ലേ? She does. She is, as I said, ഞാൻ jack of all trades എന്നൊക്കെ പറഞ്ഞു. She does it well. So Anna, ഈ ലോ ആൻഡ് മീഡിയ തമ്മിൽ എന്തെങ്കിലും ഇന്റർസെക്ഷൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലോ യു ക്യാൻ കണക്ട് ലോ വിത്ത് എവറിഥിങ്. ബിക്കോസ് ഇപ്പോൾ വാട്ട് എവർ, ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ഈ മീഡിയം ഒരു എല്ലാത്തിനും ഒരു ലോ ഉണ്ടല്ലോ. ദർ ഇസ് എ ബൈലോ ഫോർ എവറിത്തിങ്, ദർ ഇസ് എ ലോ ഫോർ എവറിത്തിങ്, ദർ ഇസ് എ ആക്ട് ഫോർ എവറിത്തിങ്. അപ്പം എൻ്റെ സീനിയർ എപ്പോഴും പറയും, അത് ബുക്ക് നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും എല്ലാത്തിനും നിയമമുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ട് എല്ലാവരും അവെയർ അല്ലാന്നേ ഉള്ളൂ. അതിൽ കിതാബിലില്ലാത്തതൊന്നും ഇല്ല ഇവിടെ. അണ്ടർ ദ സ്കൈ എല്ലാത്തിനും നിയമങ്ങളുണ്ട്. സോ പിന്നെ രണ്ടും നമുക്ക് എല്ലാത്തിൻ്റെയും കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ലോ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എല്ലാം ഉണ്ട്, ടാക്സ് ഒഴിച്ച് വേറെ എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഹീസ് ഇൻ എ സിസ്റ്റം വേർ ദേ മേക്ക് ലോ. വി ജസ്റ്റ് സ്റ്റഡി, അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി ഹെൽപ്പ് അതേഴ്സ് to realize and to live and to execute it. So not only with the media, law is connected. നിങ്ങൾ റോട്ടിൽ ഇറങ്ങിയാൽ നിയമമാണ്, നിങ്ങളൊരു സ്ഥലം മേടിക്കുമ്പോൾ നിയമമാണ്, നമ്മൾ വർത്താനം പറയുമ്പോൾ വാട്ട് എവർ യു സേ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാലും അതിനും ഉണ്ട് ഒരു നിയമത്തിൻ്റെ ഒരു ഫ്രെയിം അല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടേ എല്ലാം പറ്റുള്ളൂ. സോ ലോ ആണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്, ഓഫ് കോഴ്സ്. So being such a full-time working mother, how do you juggle your personal time? See, for me, I'm enjoying it. Okay. It depends upon like person to person. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എനിക്കിഷ്ടമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ചിലപ്പോൾ പലപ്പോഴും ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യാറുണ്ട്. ബിക്കോസ് ആൾക്കാർ എൻ്റെ അടുത്ത് ഹൗ യു ജഗിൾ തിങ്സ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും, പക്ഷേ ഞാനൊരു സംഭവമാണ്, അതിനുവേണ്ടി ഞാൻ ചെയ്യാറുണ്ട് സീരിയസ്ലി.
പക്ഷേ എന്നെമാരി ആയിരിക്കില്ല ചിലപ്പോൾ ആൻ അല്ലെങ്കിൽ വേറൊരാൾ. അപ്പോൾ അവർക്ക് അവരുടെ ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ചിലർക്ക് ഫാമിലി മാത്രമായിട്ട് അത് നന്നായിട്ട് കൊണ്ടുപോകാനായിരിക്കും. അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഫോർ മീ ഐ എം thoroughly enjoying it. So, as a couple, how do you balance your, അല്ലെങ്കിൽ how do you navigate your disagreements? ചിലത് നമ്മൾ amicably സെറ്റിൽ ചെയ്യും, ചിലത് നല്ല അടിയായിരിക്കും. അങ്ങനൊരു അതിനൊരു റൂൾ ഇല്ലല്ലോ. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫൈറ്റേഴ്സാണ്. ഫൈറ്റേഴ്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ രണ്ടുപേരും ഡിഫെൻസിലാക്കി കഴിഞ്ഞാൽ വി ഫൈറ്റ് ലൈക്ക് എനിമീസ്. ശിവപാർവതി യുദ്ധം എന്നൊക്കെ പറയണത് ഞങ്ങളുടെ വീട്ടിൽ നടക്കും. അതായത് ഹൈബി എന്നെ ഡിഫെൻസിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാം എടുത്തിട്ട് ഏറ്റവും ഹൈബിക്ക് ഹേർട്ട് ആവണത് എടുത്തിട്ട് എറിയും. തിരിച്ച് ഹൈബിയും അങ്ങനെയാണ്. ഹൈബിയുടെ ഡിഫൻസ് ലോ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ആവശ്യമൊന്നുമില്ല. ലോഡല്ല ഇത് എന്ന് പറയുന്നത്. പക്ഷെ അതപ്പം തീരും കേട്ടോ. എപ്പോഴും സെറ്റിൽ ചെയ്യാൻ പറ്റും. ഞാനത് പരമാവധി അതൊരു സട്ടിലായി പരമാവധി അത് ഒരു അമിക്കബിളി തീർക്കാൻ വേണ്ടി നമ്മൾ ഈ ഇന്നസെന്റ് ഒരു സിനിമ പറയുന്ന പോലെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ നല്ലതാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ വളരെ സട്ടിലായിട്ട് അത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഒരു കോൺവെർസേഷനിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് എവറി ഫാമിലി ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ ഇറ്റ് ഗോസ് ഓൺ വെരി വെൽ ആഫ്റ്റർ ദാറ്റ്. ഐ മീൻ വി ഡോണ്ട് ടേക്ക് ടു മച്ച് ഓഫ് ടൈം ടു സെറ്റിൽ ഇറ്റ്. അത് ആസ് യൂഷ്വൽ അതിനൊരു സ്ട്രാറ്റജിയോ അതിനൊന്നും ഒരു ബോക്സിൽ ഇങ്ങനെ ഇന്ന ചെയ്യണം എന്നൊന്നുമില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ടും രണ്ടുപേർക്കും ക്യാരക്ടർ ഉള്ളതുകൊണ്ടും ഞങ്ങളുടെ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ പറയും. എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയും, ആൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആൾക്ക് പറയും. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതെ. പക്ഷെ നെക്സ്റ്റ് ഡേയിലേക്ക് എന്താ പറയുക, നമ്മൾ രണ്ടുപേരും പബ്ലിക്കിൽ പോകുന്നത്. ഇപ്പോൾ ഹൈബിയുടേതായ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ്. അപ്പോൾ അത് ഹൈബിയുടെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ, അതുപോലെ ഞാനാണെങ്കിലും വെൻ ഐ ഗോ ടു വർക്ക് വി ഡോണ്ട് ക്യാരി ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ അത് ഇപ്പം ഹൈബിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് കാണുന്നതല്ലേ. അപ്പോൾ അത് ഹൈബിയുടെ മുഖത്ത് ആ ഒരു നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വി സെറ്റിൽ ഇറ്റ്. പക്ഷെ നമ്മൾ നല്ലോണം വഴക്കുണ്ടാക്കും. That's nice. And also, I was driving through Kadwanthra and I saw a hoarding of a book coming. Book is coming out on what I did okay for the last 5 years. As a member of parliament, ഞാൻ എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് ഞാൻ വന്നോ, ഞാൻ ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തു. ഇപ്പോൾ 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കോവിഡ് ഉണ്ടായിരുന്നു ഈ സമയത്ത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല, എൻ്റെ ഓഫീസിന് ഓർമ്മയില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു റിഫ്രഷ് ദറ്റ്. When we go for an election, there will be like hundreds of questions. And this book will answer a lot of questions. ഇന്ന് കാണുന്നൊരു വാർത്ത ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഓർത്തെടുക്കാൻ പോലും റെലവൻസ് ഉള്ളൊരു കാര്യമേ ആയിരിക്കില്ല. ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഒരിക്കലും നമ്മൾ കുറേ കോൺട്രവേഴ്സി ഉണ്ടാക്കി എന്ന് പറയുന്നതല്ലല്ലോ പൊളിറ്റിക്സും ജനപ്രതിനിധിയുടെ ജോലി എന്ന് പറയുന്നത്. നമ്മൾ കുറേ ഹെഡ്ലൈൻസ് ഉണ്ടാക്കി, ദാറ്റ് ഡിൻ ലാസ്റ്റ് ഫോർ ലോങ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലികൾ അത് ഒരു തലമുറയെ ബാധിക്കുന്ന, ഒരു ഏരിയയെ ബാധിക്കുന്ന, കുറേ ആളുകളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഡോക്യുമെൻ്റായിട്ട് തന്നെ. അത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും നമുക്കത് പ്രചരിപ്പിക്കാം. പക്ഷേ ഈ ഡോക്യുമെൻ്റായിട്ട് ഒരു ഫ്ലിപ്പ് ബുക്കാണെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ ദെയർ. അപ്പോൾ ഇത് എല്ലാ വീടുകളിലും എത്തുന്നൊരു ബുക്കായിരിക്കും. ഇതൊരു പുസ്തകം തന്നെ കേട്ടോ, നോട്ട് ഓൺലി ഫ്ലിപ്പ് ബുക്ക്. ഓഫ് കോഴ്സ് ഫ്ലിപ്പ് ബുക്ക് ഒരു ഡിജിറ്റൽ ഉണ്ട്, പക്ഷേ ദിസ് ഇസ് എ റിട്ടൺ ഡോക്യുമെന്റ് എവിഡൻഷ്യറി വാല്യൂല് പറയുകയാണെങ്കിൽ. It's wonderful. I'm looking forward to that. And all the very best. It's coming up soon, അല്ലേ? കമ്മിങ് അപ്പ് സൂൺ ആക്ച്വലി ഇട്ടത് ക്ലാരയാണ്. ബിക്കോസ് നമുക്ക് ഇതിനൊരു ഡേറ്റ് എന്ന് വരണം എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായപ്പം ക്ലാര ഇങ്ങനെ പറഞ്ഞു കമ്മിങ് സൂൺ ഇടൂ എന്ന് പറഞ്ഞു. കമ്മിങ് സൂൺ തന്നെ കിടക്കുന്നത്. So all the very best for that. And thank you so much for coming over. Thank you so much. After a long time. I know. Yes.